അപ്പോൾ അവളത് പറയാൻ തുടങ്ങിയപ്പോൾ നമുക്കൊരു ആഗ്രഹം തോന്നി, അങ്ങനെ ഒരു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് ഇത് എൻറോൾ ചെയ്യിപ്പിച്ചാലോ എന്ന് തോന്നി. അങ്ങനെയാണ് അതിൽ ആ ഒരു വഴിയിലൂടെ നടന്ന് പിന്നെ ഇപ്പോൾ അവിടെ എത്തി നിൽക്കുകയാണ്. ഇവള് ചെറുതിലൊരു 1.5 വയസ്സ് വരെ ഇവൾ ഒട്ടും സംസാരിക്കില്ലായിരുന്നു. ഇവൾ ആകെ പറയണ വാക്ക് അപ്പ മാത്ര. അത് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവള് സംസാരിക്കാൻ ഭയങ്കര ബാക്കിലേക്കാണ്. ബൈബിളിലെ 73 ഗ്രന്ഥങ്ങളുടെയും പേര് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞ 3.5 വയസ്സുകാരി ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. UAEയിൽ നഴ്സായി ജോലി ചെയ്യുന്ന തൃശൂർ പുറനാട്ടുകര സ്വദേശി ഋഷിൻ്റെയും ജെനിറ്റയുടെയും ഏകമകൾ എഡ്രിയേൽ ആൻ ഋഷിനാണ് അപൂർവ നേട്ടം കൈവരിച്ചത്. രാജാക്കന്മാർ 1 ദീനെഴുത്താൻ 2 ദീനെഴുത്താൻ അസ്സറ നഗമിയ തോബിത്ത് യൂദിത്ത് എസ്തേർ 1 മക്കബർ 2 മക്കബർ ജോബ് സംഗീതങ്ങൾ സുഭാഷണങ്ങൾ സഭാപ്രസംഗം ഉത്തമ ഗീതം. നമ്മൾ ആക്ച്വലി ഇത് തുടങ്ങുമ്പോൾ ഒരു റെക്കോർഡ് എന്നുള്ളൊരു ഇത് കണ്ടിട്ടല്ല തുടങ്ങിയത്. ഇങ്ങനെ ഇവളുടെ ഫ്രണ്ട്സ് എല്ലാം ക്ലാസ്സിൽ പോയി തുടങ്ങി. അപ്പോൾ ഇവൾക്കും ക്ലാസ് വേണം എന്നൊരു ഇത് ഇവൾ പറഞ്ഞപ്പോൾ ഓൺലൈൻ നമ്മൾ ജെറുസലേമിലെ ബൈബിൾ ഗ്രാമം ക്ലാസ്സിൽ ചേർത്തു. പക്ഷെ 3 വയസ്സായാലും ആ ബൈബിൾ ഗ്രാമത്തിൽ ചേർത്താൻ പറ്റുള്ളൂ ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ഇരുത്തി തുടങ്ങി. അപ്പോഴും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. എല്ലാ മക്കളും 4 വയസ്സിൻ്റെ മേതെയാണ് കുട്ടികൾ. അങ്ങനെ ഓൺലൈൻ ക്ലാസ്സിൽ ഇരുത്തി അരമണിക്കൂറിന് ക്ലാസ് ഉള്ളത് എല്ലാ ആഴ്ചയിലും 3 ദിവസം വെച്ചിട്ട് അങ്ങനെ ക്ലാസ്സിൽ ഇരുത്തി തുടങ്ങിയപ്പോൾ ഒരു വചനം പഠിച്ചു. അപ്പോൾ അതിൽ അധ്യായം വാക്യം ഒപ്പമുണ്ട്. വചനങ്ങളാണ് അവർ ആദ്യം പഠിപ്പിച്ചു തുടങ്ങിയത്. അപ്പം ഞാൻ ഇവളെ ആദ്യത്തെ വചനം പഠിപ്പിച്ചു തുടങ്ങി, അധ്യായം വാക്യവും വചനവുമായിട്ട്. അപ്പോൾ വചനം ആദ്യം പറയും, ഇപ്പോൾ ദൈവം സ്നേഹമാണ്. അത് കഴിഞ്ഞിട്ട് 1 യോഹന്നാൻ 4:8 അങ്ങനെ അധ്യായം വാക്യം പറയണം. അപ്പം ഞാനത് ഇവളെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ അവൾ പറയണില്ല. അപ്പം നമ്മൾ വിചാരിച്ചു അവൾക്ക് അങ്ങനെ പഠിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് ഓർത്തെടുക്കാനുള്ള കഴിവ് ഉണ്ടാവില്ല. പക്ഷെ ഞാൻ വേറൊരു കാര്യം നോട്ട് ചെയ്തിട്ടുള്ളത്, നമ്പേഴ്സ് പഠിക്കാൻ ചെറിയൊരു കഴിവ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 യോഹന്നാൻ 4:8 എന്നുള്ള അധ്യായം വാക്യം ഞാൻ ആദ്യം പഠിപ്പിച്ചു, എന്നിട്ട് ഞാൻ ആ വചനം പഠിപ്പിച്ചു. അങ്ങനെ പറയിപ്പിച്ചു നോക്കുമ്പോൾ അവൾ അത് പറഞ്ഞു. നിന്നോട് കൂടെയുണ്ട് സുഭാഷം 10 സംഗീതം 21 കർത്താവും എന്റെ പ്രകാശം രക്ഷുമാണ്. ഇത് ആക്ച്വലി ഈ പറഞ്ഞ പോലെ നമ്മൾ വചനമാണ് ആദ്യം പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ അതിലൊരു 15-20 വചനമൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഈ ബൈബിളിലെ ബുക്സ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ബൈബിളിലെ ബുക്സ് സ്റ്റാർട്ട് ചെയ്ത് ഓരോ ദിവസം 5 ബുക്സ് വെച്ചിട്ടാണ് അവർ പഠിപ്പിച്ചിരുന്നത്, 5 ആളുകളുടെ പേര്. അങ്ങനെ പറഞ്ഞ് തുടങ്ങി. എനിക്ക് തോന്നുന്നു ഒരു 20 ദിവസം അല്ലെങ്കിൽ 25 ദിവസം ഒക്കെയാണ് മാക്സിമം എടുത്തിട്ടുള്ളത് ഈ ഫുൾ 73 ബുക്സ് പറയാൻ വേണ്ടിയിട്ട്. ഓഫ് കോഴ്സ് എഫേർട്ട് കൂടുതലെടുത്തതും വൈഫാണ്, അവളുടെ അമ്മയാണ്. കാരണം ഞാൻ ജോലിക്ക് പോകുന്നു, കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു. അപ്പോൾ അവളാണ് ഫുൾ ടൈം മോളുടെ കൂടെ ഉള്ളത്. അപ്പോൾ വൈഫാണ് ആ ഒരു കാര്യത്തിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ളതും. ധ്യാനം പ്രഭാഷകൻ ഏശയ്യ ജെറമിയ വിലാപങ്ങൾ ബാറുക്ക് എസക്കിയൽ ദാനിയേൽ ഊസിയ ജോയൽ ആമോസ് ബദിയ യോന മിക്കായ ഹബക്കൂക്ക് സഫാനിയ ഗായ് സഖറിയ മലാക്കി. ഇതുപോലെ വചനങ്ങളൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം വൈഫ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ആൽഫബറ്റ്സ് വെച്ചിട്ടാണ് ആദ്യം തുടങ്ങിയത്. A for ആപ്പിൾ, B for ബോൾ, അങ്ങനെ C വരെയുള്ള എല്ലാ ഇതും വെച്ചിട്ടുള്ള ആൽഫബറ്റ്സിനുള്ള ഇത് അവൾ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ മെമ്മറി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെറിയ ബുക്സ് മേടിച്ചിട്ട്, ഇപ്പോൾ ആനിമൽസിൻ്റെ ഒരു ബുക്സ്, അപ്പോൾ അതിലൊരു 20 ആനിമൽസിൻ്റെ പിക്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് തൊട്ട് കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് അവൾ അതിനനുസരിച്ച് ഏതാണ് ആനിമൽ എന്ന് പറയും. അതാണ് നമ്മൾ ഇതിൻ്റെ ഒരു ബിഗിനിങ് ആയിരുന്നത്. അതിന് ശേഷമാണ് പിന്നീട് ഈ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ ബൈബിളിൻ്റെ ബുക്സും അതുപോലെ വചനങ്ങളൊക്കെ പഠിച്ച് അതൊക്കെ മെമ്മറിയിൽ വെച്ച് പറയാൻ തുടങ്ങിയത്. ബൈബിളിലെ 73 ഗ്രന്ഥങ്ങളുടെ പേരുകൾ 1 മിനിറ്റ് 27 സെക്കൻഡ് കൊണ്ട് പറയുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി എന്ന റെക്കോർഡാണ് എഡ്രിയേൽ കരസ്ഥമാക്കിയത്. അമ്മ ജെനറ്റയാണ് എഡ്രിയേലിനെ കൂടുതലായും പഠിപ്പിക്കുന്നത്. നാട്ടിലെത്തുമ്പോൾ ഋഷിൻ്റെ അമ്മ ഷൈനിയും ജെനറ്റയുടെ മാതാപിതാക്കളായ ജേക്കബും മിനിയും എഡ്രിയേലിനെ വചനങ്ങളും പ്രാർത്ഥനകളും പഠിപ്പിക്കാറുണ്ട്. ഏതായാലും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ മകൾക്ക് റെക്കോർഡ് നേടാനായതിൻ്റെ സന്തോഷത്തിലാണ് പുറനാട്ടുകരയിലെ ഋഷിനും കുടുംബവും. മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ, അപ്പത്തുള്ള പ്രേതങ്ങൾ, റോമ,
ഒന്ന് കൊറിന്തോസ്, 2 കൊറിന്തോസ്, ഗലാത്തിയ, എഫേസോസ്, ഫിലിപ്പി, കൊളോസോസ്, 1 തെസ്സലോനിക്ക, 2 തെസ്സലോനിക്ക, 1 തിമോഥെയോസ്, 2 തിമോഥെയോസ്, തീത്തുസ്, ഫിലമോൻ, ഹെബ്രായർ, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദാസ്, വെളിപാട്.